ഇനി മേലാൽ മിന്നൽ പണിമുടക്ക്, തെറ്റായ രീതിയിലുള്ള ഇടപെടൽ ബസ് തൊഴിലാളികളുടെ ഭാഗത്ത് ഉണ്ടാവരുത്. ഉണ്ടായാൽ ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തിന്റെയും ഉത്തരവാദിത്വം അതിന് നേതൃത്വം കൊടുത്ത തൊഴിലാളികൾക്ക് മാത്രമായിരിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ, ബസ്സുകൾ തടഞ്ഞു വെക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാകേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ പ്രാദേശികമായി തടഞ്ഞു വെച്ചാൽ താങ്ങാൻ വേണ്ടി പറ്റുന്ന ശേഷിയൊന്നും ഇന്ന് തലശ്ശേരി ബസ് സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കില്ല. ഇതുപോലത്തെ നായിന്റെ മക്കൾ എന്താ ഒരുത്തന്റെ ഔദാര്യമല്ല. പൈസ പാസ് കൊടുക്കുന്ന പാസ് നിങ്ങൾ ഇറക്കിയോ? നിർത്തിക്കോ, മനസ്സിലായിക്കോ. നിർത്തിയെനിക്കാണ് നന്നായിരിക്കാണ്. തലശ്ശേരിയിൽ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ താക്കീതുമായി ഡിവൈഎഫ്ഐ. കഴിഞ്ഞ ദിവസം പാസില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഫുൾ ടിക്കറ്റ് നൽകി ബസ് കണ്ടക്ടറെ ഗുണ്ടകൾ ക്രൂരമായി ബസ്സിലിട്ട് ആക്രമിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിനെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ താക്കീത്. പണിമുടക്ക് തുടർന്നാൽ ബസ് ജീവനക്കാർ അനുഭവിക്കുമെന്നതായിരുന്നു താക്കീത്. കണ്ടക്ടറെ മർദ്ദിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമായിരുന്നു ബസ് ജീവനക്കാർ നടത്തുന്ന സമരത്തിന്റെ ആവശ്യം. ബസ് ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി ഡിവൈഎഫ്ഐ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നടത്തിയ സമരത്തിൽ നിന്നും ഞങ്ങൾ ഇന്നലെ ഡിവൈഎഫ്ഐ സമാന്തര സർവീസ് ചില മേഖലകളിലേക്ക് നടത്തിക്കൊണ്ട് ബസിന്റെ ഓണേഴ്സിനെ ബന്ധപ്പെട്ടു, തൊഴിലാളികളെ ബന്ധപ്പെട്ടു. നിങ്ങൾ ഇന്ന് ഓടണം, ജനങ്ങളെ പ്രയാസത്തിലാക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ നിരവധി തവണ പറഞ്ഞിട്ടും ചില ആളുകൾ ഇതിനെ ഗൗനിക്കാൻ തയ്യാറായില്ല. ചില ആളുകൾ ഇത് ഗൗരവത്തിൽ കാണാൻ തയ്യാറായില്ല. ആ ബസ് തടയാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്ന് ഞങ്ങൾ പ്രതീകാത്മകമായി തടഞ്ഞു. ഞങ്ങൾക്ക് തടഞ്ഞ് വൈകുന്നേരം വരെ ഇവിടെ നിർത്താൻ അറിയാഞ്ഞിട്ടല്ല, പോലീസിനെയോ ഈ പറയുന്ന ചില ആളുകളെയോ ഭയപ്പെട്ടതുകൊണ്ടുമല്ല. പക്ഷേ ഇവിടെ യാത്രക്കാരുണ്ട്, അവർ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകാനെത്തിയവരാണ്. അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കുക, ബസ് തൊഴിലാളികളെടുത്ത അതേ സമീപനം ഞങ്ങൾ സ്വീകരിക്കുക എന്ന ഒരു രീതി ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പോലീസുമായി ഇപ്പം വിഷയം വന്നപ്പോൾ ചർച്ച ചെയ്തു. പോലീസ് പറഞ്ഞു ശക്തമായ നിലപാട്, ഇന്നലെ ഓടാത്ത ബസ്സുകൾക്കെതിരായി നടപടി സ്വീകരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇവിടെ തൊഴിലാളികൾക്കും കുറേയേറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ബോധ്യപ്പെടാത്തതുമുണ്ട്. ഈ തൊഴിലാളികളോട് ഞങ്ങൾ ചോദിച്ചു, ആരാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്? നിങ്ങൾ പറ തൊഴിലാളി സംഘടനയുടെ പേര്, നിങ്ങൾ പറ നേതാവിന്റെ പേര്. അവർക്കൊരു നേതാവിന്റെ പേര് പറയാൻ കഴിയുന്നില്ല, അവർക്കൊരു തൊഴിലാളി സംഘടനയുടെ പേര് പറയാൻ കഴിയുന്നില്ല. ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ഒരു വാട്സാപ്പ് സന്ദേശം വരുമ്പോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോ എതിർക്കപ്പെടണം. ഇവിടെ ഡിവൈഎഫ്ഐ അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. ജനങ്ങൾ ഡിവൈഎഫ്ഐയുടെ കൂടെയുണ്ട്. ഇനി മേലാൽ ഈ പ്രവർത്തനം ബസ് തൊഴിലാളികളുടെ ഭാഗത്തുണ്ടായി കഴിഞ്ഞാൽ ഇന്നത്തെ പോലെയുള്ള അവസ്ഥയായിരിക്കില്ല എന്നുള്ളത് മാത്രമേ ഇപ്പോ ഞങ്ങൾ പറഞ്ഞു വെക്കുന്നുള്ളൂ. ഞങ്ങൾ ഇതോടുകൂടി സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശാശ്വതമായിട്ടുള്ള പരിഹാരം, യാത്രക്കാർക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇന്നിവിടെ ആസൂത്രണം ചെയ്തത്. ഇനി മേലാൽ മിന്നൽ പണിമുടക്ക്, തെറ്റായ രീതിയിലുള്ള ഇടപെടൽ ബസ് തൊഴിലാളികളുടെ ഭാഗത്ത് ഉണ്ടാവരുത്. ഉണ്ടായാൽ ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തിന്റെയും ഉത്തരവാദിത്വം അതിന് നേതൃത്വം കൊടുത്ത തൊഴിലാളികൾക്ക് മാത്രമായിരിക്കും എന്നത് മാത്രമേ ഇപ്പൊ പറഞ്ഞു വെക്കാനുള്ളൂ. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള സമരമാണ്. ഏതെങ്കിലും ഒരു നിമിഷ നേരം മാത്രം ഇത് ഞങ്ങൾ വിചാരിച്ചാലും തടയാൻ വേണ്ടി പറ്റുന്ന സംവിധാനമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് കാലത്ത് തന്നെ വന്ന് ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇത് ആവർത്തിച്ചു പറയുന്നു. ഇത്തരം അരാഷ്ട്രീയ സമരങ്ങളുമായിട്ട് പോകാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ പ്രാദേശികമായി ഇതിനെ പ്രതിരോധിക്കാൻ, ബസ്സുകൾ തടഞ്ഞു വെക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാകേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ പ്രാദേശികമായി തടഞ്ഞു വെച്ചാൽ താങ്ങാൻ വേണ്ടി പറ്റുന്ന ശേഷിയൊന്നും ഇന്ന് തലശ്ശേരി ബസ് സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കില്ല എന്ന് കൂടി മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.